ഇന്ന് ഞാൻ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 ബേൺ ഔട്ട്, 2 മിസ്റ്റേക്സ്, 3 ന്യൂ മിഷൻ. എനിക്കുണ്ടായ ശാരീരിക ക്ഷീണം, മാനസിക ക്ഷീണം എന്താണെന്നുള്ളതും എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നുള്ളതും, ഒന്ന് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന എൻ്റെ ന്യൂ മിഷനെ കുറിച്ചുമാണ്. മിഷൻ മീൻസ് എൻ്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുമാണ്. സോ ഈ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ബേൺ ഔട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഇരുന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 3 ഇയർ 4 ഇയർ ബാക്കാണ് ഇതേപോലെ ഒരു ചാനൽ തുടങ്ങിയിട്ടാണ്. ഈ ചാനലിൽ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ വീഡിയോ ചെയ്ത കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫാറ്റ് ലോസ് ചെയ്തതും വെയിറ്റ് നല്ലോണം ഡ്രോപ്പ് ചെയ്തതും 103 കിലോ എന്ന് 74 കിലോ വരെ ഞാൻ എത്തിച്ചത്. ഫസ്റ്റ് തിങ് ഞാൻ എടുക്കാം ബേൺ ഔട്ട്. എന്താണ് എനിക്ക് ഉണ്ടായ മാനസിക ശാരീരിക ക്ഷീണം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്ട്രെസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. പല കാരണങ്ങളാൽ സ്ട്രെസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. പിന്നെ സ്ലീപ്പിംഗ് ഭയങ്കര കുറവാണ്. ഓവർ വർക്ക് എന്നുള്ള കാരണങ്ങളാൽ ഞാൻ ഇതിലോട്ട് മാറി. സോ ഇത് കാരണം ഞാൻ സ്ട്രെസ് ഈറ്റിങ്ങും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 to 4 മന്ത്സിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സോ എനിക്കിപ്പോൾ വളരെ ലേസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഹെൽത്ത്, സോ മെൻ്റൽ ഹെൽത്ത് കറക്റ്റല്ല. മെൻ്റൽ ഹെൽത്ത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാം, 2 നമ്മളെ പഴയ ഫ്രണ്ട്സും പുതിയ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കും. ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എൻ്റെ വൈഫിനോട് മാത്രമാണ്. ഞാനും വൈഫും ഹോണസ്റ്റ്ലി അവളോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഇപ്പോൾ. ബാക്കി ഫാമിലിയിൽ അച്ഛനും അമ്മ, അനിയൻ, അങ്ങനെയുള്ള കുറച്ച് ബന്ധങ്ങൾ മാത്രമാണ് ഇപ്പം പോകുന്നത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, എനിക്ക് കുറച്ചും കൂടെ എൻ്റെ പഴയ ഫ്രണ്ട്സിനെ കാണണം. അപ്പോഴത്തേക്ക് ഒരുവിധം ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയും നാൾ ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് October 13 വരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 5:30 മോർണിംഗ് 5:30 to 9 o'clock വരെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. ലാസ്റ്റ് ഒരു 4-5 months ആയിട്ട് പുതിയൊരു പ്രൈവറ്റ് ഫാമിലി കയറിയായിരുന്നു. സോ ഞാൻ നേരത്തെ മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു. സോ അതൊക്കെ വിട്ടിട്ട് പിന്നെ ഒരു മാർക്കറ്റ് ഫീൽഡ് കയറി. പിന്നെ എനിക്ക് ആ സാഹചര്യം കൊണ്ട് വീണ്ടും മാർക്കറ്റ് ഫീൽഡിലോട്ട് പോകേണ്ടി വന്നു. അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ വർക്കൗട്ട്, മോർണിംഗ് ട്രെയിനിങ് സെഷൻ, അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് ഓഫീസിലെ കാര്യങ്ങൾ, തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഫുൾ ടയർഡ്, ഹെൽത്തൊന്നും കറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരുപാട് ചെറിയ ചെറിയ ദുശീലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സ്ട്രെസ് ചെയ്തു. ദാറ്റ്സ് എ മെയിൻ പ്രോബ്ലം. വർക്കൗട്ടൊന്നും ഇല്ലായിരുന്നു കുറച്ച് നാൾ. അറിയില്ല, നേരത്തെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ എൻ്റെ റൈറ്റ് ഹാൻഡിലൊരു ലൈപ്പമ്മ ഉണ്ട്. സോ അതിൻ്റെ സർജറിയും കാര്യങ്ങളായിട്ട് ഇരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയിൽ ഇത്രയും വെയിറ്റൊന്നും എനിക്ക് ഗെയിൻ ആവണമെന്ന് എനിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. 74 വീണ്ടും ഞാൻ 83 വരെ എത്തി വെയിറ്റ്, എൻ്റെ ബോഡി വെയിറ്റ്. സോ അത്രത്തോളം ഫാറ്റ് ഡെപ്പോസിഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആസ് എ ട്രെയിനർ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ അങ്ങനെ അറിയാതെ ചെയ്തു പോയി. സോ അന്ന് എനിക്ക് മുന്നോട്ട് വരണം മീൻസ് ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിലൂടെ തന്നെ ഫ്രണ്ടിലോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ആ ഒരു ജേണിയിൽ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും അതൊരു ഹെൽപ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ എൻ്റെ പഴയ വീഡിയോ കണ്ട് 2-3 പേരൊക്കെ ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ തന്നെ കുറേ പേരൊക്കെ ഡീറ്റെയിൽ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, അപ്രീസിയേഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്കും താങ്ക്സ്. സോ ദാറ്റ്സ് എ മെയിൻ ഇഷ്യൂ. ഞാനിപ്പം മാനസികമായിട്ട് ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെയാണ്. കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല, വാങ്ങിയ ഡ്രസ്സൊക്കെ ഫീൽ സോ ബാഡ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ചെയ്ത മിസ്റ്റേക്സിലോട്ട് വരാം. സോ ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ഡ്രോപ്പ് ചെയ്തു, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല. ഒരു 6 months 5 months 3 months ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യും. പിന്നെയും സ്ട്രെസ് കാരണം ബ്രേക്ക് ചെയ്യും. ഞാൻ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ജിമ്മ്. വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഡോക്ടറെ കാണിച്ച് എന്തെങ്കിലും ചെയ്യണം. സോ അതും വെച്ചുകൊണ്ടിരുന്നിട്ട് വീണ്ടും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ അത് വഷളാവത്തേ ഉള്ളൂ. സോ അതാണ് എൻ്റെ നമ്പർ 1 മിസ്റ്റേക്ക്. അതിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകും. സോ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇപ്പം ഫുൾ റെസ്റ്റിലും കാര്യങ്ങളാണ്. സോ
ഞാൻ വീണ്ടും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ബൈസെപ്സ് ട്രൈസെപ്സ് അങ്ങനെയുള്ള വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അല്ലാതെ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ള ഒരു മിഷനിലോട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, 100 days ചലഞ്ച് എന്നുള്ള രീതിയിൽ. പിന്നെ ചെയ്ത മിസ്റ്റേക്ക് സ്ട്രെസ് ഈറ്റിംഗ്, പിന്നെ ആൽക്കഹോളിക്, ഇടയ്ക്ക് സ്മോക്കിംഗ്, ആവശ്യമില്ലാത്ത സ്ട്രെസ്സൊക്കെ എടുത്ത് തലയിൽ വയ്ക്കുക. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നും. നമ്മളെ കാര്യം നോക്കുക, മര്യാദയ്ക്ക് ജീവിക്കുക. പിന്നെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണുക. ഞാൻ ഒരുപാട് ആരുമായിട്ട് അത്ര മിങ്കിളല്ല ഇപ്പോൾ. ഞാൻ ഇങ്ങനെയൊന്നല്ലായിരുന്നു, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയൊക്കെ അടിച്ച് നടന്നതാണ്. സോ എനിക്ക് റീബിൽഡ് ചെയ്യണം, എന്നെ തന്നെ റീബിൽഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അതാണ് എൻ്റെ സെക്കൻഡ് തിങ്. എൻ്റെ മിസ്റ്റേക്കിൽ നിന്നും കറക്റ്റിലോട്ട് വരണം. അതുപോലെ ഞാനൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യണം, ഇനി എന്തൊക്കെ വന്നാലും. സോ ഈ റെക്കോർഡ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒട്ടും സമയമില്ലാത്ത സമയത്ത് അത്രയ്ക്കും ഡെഡിക്കേഷൻ കൊടുത്തേ പറ്റും എനിക്ക്. സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാര്യം ഞാൻ ഒരുപാട് മോട്ടിവേറ്റ് ആവുന്നുണ്ട്. എൻ്റെ മിഷനിലോട്ട് വരാം. മിഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പം ലാസ്റ്റ് ടൈം 5K റൺ ചെയ്തായിരുന്നു. സോ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരുപാട് വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. ഇനിയിപ്പോൾ സർജറി കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻ വരും. അപ്പം അതിനോടൊപ്പം തന്നെ എൻ്റെ ഫിസിക്ക് എനിക്ക് കറക്റ്റായിട്ട് നോക്കണം. അതുകൊണ്ട് ഞാൻ 5K റണ്ണിങ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത 10K റണ്ണിങ് പ്രാക്ടീസ് നടക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് രാജേഷുണ്ട്. രാജേഷാണ് ഈ റണ്ണിങ്ങിൻ്റെ മെയിൻ മോട്ടിവേറ്റർ കേട്ടോ. ഹീസ് എ ഗ്രേറ്റ്. പിന്നെ അഖിൽ ജിമ്മിലുണ്ടായിരുന്നൊരു ഫ്രണ്ടാണ്. അഖിലാണ് എൻ്റെ ഫസ്റ്റ് മാരത്തോണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചൊരു വ്യക്തി. പുള്ളിയാണ് എല്ലാം ബുക്ക് ചെയ്തത്. സോ സെക്കൻഡ് നമ്മൾ 10K റണ്ണിങ് പ്രാക്ടീസ് ചെയ്യാണ്. ദാറ്റ്സ് എ ഫസ്റ്റ് മിഷൻ. സെക്കൻഡ്, എനിക്ക് നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കണം. ഫിസിക്ക് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് 100% നാച്ചുറലായിട്ട് നല്ലൊരു ഫിസിക്ക് ഉണ്ടാകണം. ഈ മിഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ ഫിസിക്ക് എനിക്ക് പക്കയാകണം. സോ അതിനോടൊപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളും അതിനോട് പക്കയാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 100% ജെനുവനായിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മൾ പല ഫുഡുകളും കഴിക്കുന്നുണ്ടായിരിക്കും. സോ ആ ഫുഡിൽ നിന്ന് നമ്മൾ നോർമൽ ലൈഫിൽ നിന്ന് നമ്മളൊരു നല്ലൊരു ഹെൽത്തി ലൈഫിലോട്ട് വരണ ഒരു രീതി ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രീതി എന്നല്ല, ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ റിയലായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. സോ കീപ് വാച്ചിങ്, എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടും, 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. ഞാനിപ്പോൾ ഫ്രീലാൻസ് ആയിട്ടാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ഓൺലൈനിലൊക്കെയാണ് മാക്സിമം. സോ സമയമില്ല ഗൈസ്, നമ്മുടെ ഫിനാൻഷ്യലും കൂടെ നോക്കണ്ടേ. സോ അതുകൊണ്ടാണ്. സോ കീപ് വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. സോ യു മസ്റ്റ് വാച്ച്. നിങ്ങൾക്ക് അധികം നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് എങ്ങനെ വരാം എന്നുള്ളത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ.